വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിന്റെ നിർണായക തെളിവുകൾ ആണിപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും ലേക്ക് ഷോർ ആശുപത്രിയും തമ്മിലുള്ള കരാറാണ് പുറത്തുവന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതിനാണ് കരാർ. ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് ഒരു രോഗിയിൽ നിന്നും 50,000 മുതൽ 1,00,000 വരെ നൽകാമെന്നാണ് ഈ കരാറിൽ പറയുന്നത്. കേസിൽ ലേക്ക് ഷോർ MD SK അബ്ദുള്ളയെയും ഡോക്ടർമാരെയും അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ആശുപത്രികളിൽ നടന്ന റെയ്ഡുകൾക്ക് പിന്നാലെയായിരുന്നു EDയുടെ ഈ നടപടി. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ലേക്ക് ഷോർ ആശുപത്രി അധികൃതരുടെ മൊഴികളിൽ വ്യക്തത ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ആശുപത്രി MDയെയും ഡോക്ടർമാരെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ രാജഗിരി ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാർ EDക്ക് മുന്നിൽ ഹാജരായിരുന്നു. ഡോൺ സെബാസ്റ്റ്യൻ, സോണിയ ജോയ് എന്നിവരാണ് ഹാജരായത്. കേസിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെയും ED ചോദ്യം ചെയ്തിരുന്നു. കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റിന് സംസ്ഥാനത്തെ ചില സ്വകാര്യ ആശുപത്രികളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ECIR രജിസ്റ്റർ ചെയ്ത് റാക്കറ്റിന്റെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച പരിശോധനകളിലേക്ക് ED കടന്നത്. ആശുപത്രികളിൽ നിയമവിരുദ്ധ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്നും അവയവ ദാതാവിനെയും സ്വീകർത്താവിനെയും ആശുപത്രിയിൽ എത്തിച്ച് ഓരോ തവണ പരിശോധന നടത്തുമ്പോഴും ഈ റാക്കറ്റിന് ആശുപത്രികളിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. റാക്കറ്റുമായി ആശുപത്രികൾ നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അവയവ കച്ചവട റാക്കറ്റുമായുള്ള ഇടപാടുകളിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ഏജന്റുമാരും ഇടനിലക്കാരും വഴി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളിൽ നിന്നും ദാതാക്കളെ കണ്ടെത്തും. 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ഇവർക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകും. അതേസമയം സ്വീകർത്താക്കളിൽ നിന്നും 20 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെയോ അതിൽ കൂടുതലോ ഈടാക്കാറാണ് ഇവർ ചെയ്യുന്നത്. അതിനുശേഷം എറണാകുളത്തെ പ്രധാന ആശുപത്രികളിൽ നിയമവിരുദ്ധ ട്രാൻസ്പ്ലാന്റ് നടപടിക്രമങ്ങൾക്ക് സൗകര്യം ഒരുക്കി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മുഖ്യപ്രതി നജീബിന്റെ കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ആശുപത്രിയിലെ ചികിത്സാ സേവനങ്ങളിലേക്ക് രോഗികളെ എത്തിക്കുന്ന പേഷ്യന്റ് ഫെസിലിറ്റേറ്റർ എന്ന നിലയിലാണ് കല്ലട്രാസ് മെഡിക്കൽ ടൂറിസിനെ നിയോഗിച്ചിരുന്നത്. രേഖകളനുസരിച്ച് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഒരു രോഗിയെ എത്തിച്ചാൽ 1 ലക്ഷം രൂപയും വൃക്ക മാറ്റിവെക്കുന്നതിനായി രോഗിയെ എത്തിച്ചാൽ 50,000 രൂപയും കമ്മീഷനായി നൽകുമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റ് കിടത്തി ചികിത്സകളെ എത്തിക്കുന്ന രോഗികളുടെ ബില്ലിന്റെ 10% ഇവർക്ക് കമ്മീഷനായി നൽകുമെന്നും ആ കരാറിൽ വ്യക്തമാക്കുന്നു. ഈ കരാർ കഴിഞ്ഞ വർഷം ഒക്ടോബർ 10 ഒപ്പുവെച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. അവയവ കച്ചവട കേസിലെ അന്വേഷണത്തിനിടെ പുറത്തുവന്ന ഈ രേഖകൾ കേസിൽ നിർണായക തെളിവാകുമോ എന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചു വരികയാണ്. പോലീസിന്റെ പേരിൽ വ്യാജ ജീവകാരുണ്യ സർട്ടിഫിക്കറ്റുകൾ, ജനപ്രതിനിധികളുടെ ശുപാർശ കത്തുകൾ, തിരിച്ചറിയൽ രേഖകൾ, റേഷൻ കാർഡുകൾ എന്നിവയെല്ലാം കല്ലട്രാസ് ടൂറിസം കമ്പനി വ്യാജമായി ചമച്ചതായും ED കണ്ടെത്തിയിരുന്നു. അവയവ കച്ചവടത്തെ തുടർന്ന് അടുത്തിടെ സ്വകാര്യ ആശുപത്രികളിലടക്കം വിവിധ ഇടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. കേരളത്തിന് അകത്തും പുറത്തും വൻ മാഫിയ സംഘം ഇതിന് പിന്നിലുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിലെ മുഖ്യപ്രതി നജീബിനെ ആലപ്പുഴ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.